വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എഴുന്നേൽക്കൂ, കൊല്ലൂ, തിന്നൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 13-15 വാക്യങ്ങൾ. പത്രോസെ, എഴുന്നേറ്റ് കൊല്ലൂ, തിന്നൂ എന്നൊരു ശബ്ദം അവനിലുണ്ടായി. രണ്ടാമതും ഒരു ശബ്ദം അവനോട് പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചെന്നെ നീ മലിനമെന്ന് വിളിക്കരുത് എന്ന്. പത്രോസ് അപ്പോസ്തോലൻ ഒരു ദിവ്യ ദർശനത്തിൽ അകപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ളൊരു ശബ്ദം അവനോട് 3 തവണ സംസാരിച്ചു. ആദ്യമായി ആ ശബ്ദം പറഞ്ഞു, പത്രോസെ, എഴുന്നേറ്റ് കൊല്ലൂ, തിന്നൂ. രണ്ടാം തവണ ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത് എന്നത് പ്രഖ്യാപിച്ചു. അതേ സന്ദേശം 3-ാം തവണയും ആവർത്തിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ തുടങ്ങി രക്ഷയുടെ സന്ദേശം കർത്താവ് ജാതികൾക്ക് നൽകുന്നത് നാം കാണുന്നു. യഹൂദന്മാർ പൊതുവെ ജാതികളെ താഴ്ന്നവരായും ആചാരപരമായി അശുദ്ധരായും കണക്കാക്കി. എന്നിരുന്നാലും ക്രിസ്തുവിന്റെ സുവിശേഷം ഒരിക്കലും ഒരു ജനതയ്ക്ക് മാത്രമായി ഉദ്ദേശിച്ചിരുന്നില്ല. അത് എല്ലാ സൃഷ്ടികൾക്കും വേണ്ടിയുള്ളതായിരുന്നു. ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള കൽപ്പന ശിഷ്യന്മാർക്ക് ലഭിച്ചു. ഈ സ്വർഗീയ ദർശനത്തിലൂടെ ദൈവം യഹൂദന്മാർക്കും ജാതികൾക്കും ഇടയിലുള്ള വേർതിരിവിന്റെ മതിൽ തകർക്കുകയായിരുന്നു. അശുദ്ധമായതിനെ ശുദ്ധീകരിക്കുന്നവനാണ് കർത്താവ്. അവൻ ശുദ്ധീകരിച്ചത് ഇനി ഒരിക്കലും അശുദ്ധമായി കണക്കാക്കരുത്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരേ ഒരു അവസരം മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ സമയത്ത് ജാതി, സാമൂഹിക പദവി, വംശം, വംശീയത, ഭാഷ, ദേശീയത അല്ലെങ്കിൽ പശ്ചാത്തലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നാം ആളുകളെ വേർതിരിക്കരുത്. പത്രോസ് പഠിക്കേണ്ട പാഠം ഇതായിരുന്നു. കർത്താവ് ഫലത്തിൽ ഇങ്ങനെ പറയുകയായിരുന്നു, ആളുകളെ യഹൂദനെന്നോ വിജാതീയനെന്നോ വിദേശിയെന്നോ സ്വദേശിയെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഗ്രീക്കുകാരനെന്നോ എബ്രായനെന്നോ വിധിക്കരുത്. ഭാഷ, വംശം അല്ലെങ്കിൽ സാമൂഹിക നില എന്നിവയാൽ ആളുകളെ വിഭജിക്കരുത്. സ്വർഗം എല്ലാവർക്കും തുറന്നിരിക്കുന്നു. ലോകത്തിലെ ഓരോ വ്യക്തിക്കും വേണ്ടി യേശുക്രിസ്തു തന്റെ രക്തം ചൊരിഞ്ഞു. പാപികളെ രക്ഷിക്കാനാണ് കർത്താവായ യേശു വന്നത്. അവനെ ആവശ്യമാണെന്ന് അംഗീകരിക്കുകയും മാനസാന്തരത്തോടെ അവനിലേക്ക് തിരികുകയും ചെയ്യുന്ന ഏതൊരാൾക്കും അവരുടെ വംശം, ജാതി, ദേശീയത അല്ലെങ്കിൽ മതപശ്ചാത്തലം പരിഗണിക്കാതെ രക്ഷ ലഭിക്കും. തന്റെ അടുക്കൽ വരുന്ന എല്ലാവരെയും രക്ഷിക്കാൻ ദൈവം വിശ്വസ്തനായി തുടരുന്നു. തിരുവെഴുത്ത് സങ്കീർത്തനം 62-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഫോഷ്കുമാണ്. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. ഒരു വ്യക്തി ഉയർന്ന സാമൂഹിക വിഭാഗത്തിൽപ്പെട്ടവനാണെന്ന് വീമ്പിളക്കുകയാണെങ്കിൽ അവനൊരു വ്യാജത്തെ സ്വീകരിക്കുകയാണ്. താഴ്ന്ന പദവി കാരണം മറ്റൊരാൾ സ്വയം താഴ്ത്തിയാൽ അവനൊരു വഞ്ചനയെ സ്വീകരിക്കുകയാണ്. ദൈവത്തിന്റെ തുലാസിൽ രണ്ടും തൂക്കുമ്പോൾ അവന്റെ കൃപയ്ക്ക് പുറമെ അവർ തുല്യമായി നിസാരരാണെന്ന് കണക്കാക്കപ്പെടുന്നു. ക്രിസ്തീയ വൃത്താന്തങ്ങൾക്കുള്ളിൽ പോലും വിവാഹം പോലുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ജാതികൾ അല്ലെങ്കിൽ സാമൂഹിക വ്യത്യാസങ്ങൾ ചിലർ അനാവശ്യമായ പ്രാധാന്യം നൽകുന്നത് തുടരുന്നു. അത്തരം മനോഭാവങ്ങൾ സുവിശേഷത്തിന്റെ ആത്മാവിന് വിരുദ്ധമാണ്. ദൈവമുൻപാകെ ഒരു വിശുദ്ധ ജനമേയുള്ളൂ. ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു വീണ്ടെടുക്കപ്പെട്ട ജനം. ദൈവമക്കളെ, ഭൗമിക വ്യത്യാസങ്ങളിലല്ല മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്താൽ ഐക്യപ്പെട്ടിരിക്കുന്ന ആ വിശുദ്ധ ജനതയുടെ ഭാഗമാകാൻ നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 26-ാം അധ്യായം 2-ാം വാക്യം. സത്യം പാലിക്കുന്ന നീതിയുള്ള ജനത പ്രവേശിക്കേണ്ടതിന് വാതിലുകൾ തുറക്കൂ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനം 13, 14, 15 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 21 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.